ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ ചിക്കനോളം ഉണ്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി, ഒരു 3 വലിയ പച്ചമുളക്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ടെടുക്കുക. ഇനി അത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല കളർ കിട്ടാനും എരിവ് അധികം ഉണ്ടാവില്ല, കാരണം നമുക്ക് പച്ചമുളകിൻ്റെ എരിവുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അല്പം കുറച്ചോളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കണേ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ മുട്ട ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പുറമേ ഉള്ളൊരു എന്താ പറയുക, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് മുട്ട കൂടെ വരുമ്പോൾ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മുട്ട ചേർത്തുകൊണ്ട് നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ചിക്കൻ അധികം എടുക്കണമെങ്കിൽ 2 മുട്ടയൊക്കെ എടുക്കാം നമുക്ക്. ഇതിപ്പോൾ 1 മുട്ട മതി, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മുട്ടയെ വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്, വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 1-2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വറുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക 1-2 മണിക്കൂർ. രാത്രി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ വറുക്കണേക്ക് മുന്നേ ഒരു 1/2 മണിക്കൂർ മുന്നേ പുറത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വറുക്കുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വറുത്താൽ മതി. ഇതാ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിങ്ങനെ പദം മാതിരി വന്നിട്ടുള്ളത് നമ്മളിതിൽ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ എണ്ണയിൽ. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് അതുപോലെ കുറച്ച് സവാളയൊക്കെ ആയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്